ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ വന്നേക്കുന്നത് ഇതിപ്പോൾ ഒരു റീവയറിങ് കഴിഞ്ഞ ഒരു ഏരിയ ആണ്. അപ്പം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 6-7 മാസമേ ആയതുള്ളൂ. പക്ഷേ എങ്കിലും ഇപ്പം വന്ന ഈ 2 മാസത്തെ ബില്ലനുസരിച്ച് നോക്കുമ്പോൾ കറണ്ട് ബില്ല് കൂടുതലാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്രോബ്ലം പറഞ്ഞു. അപ്പം ഇത് നേരത്തെ ചെയ്തവർ വന്നില്ല. അപ്പം ഇപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞതാണ്. അപ്പം നമ്മൾ ആദ്യം വന്ന അഹവും കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്തു. പക്ഷേ അഹത്തൊന്നും കാര്യങ്ങൾ യാതൊരു കുഴപ്പമില്ല. കാരണം അവിടെ DBയും RCCB എല്ലാം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് യാതൊരു പ്രോബ്ലം ഇല്ല. നമ്മൾ ആദ്യം അതാണ് ചെക്ക് ചെയ്തത്. പക്ഷേ പഴയ ഉപകരണങ്ങളായിട്ടൊന്നുമില്ല. പുതിയ മിക്സി, പുതിയ ഫ്രിഡ്ജ്, പുതിയ പമ്പ് അങ്ങനെയുള്ളവയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് തന്നെ. അപ്പം പഴയ നമുക്ക് ഉപകരണങ്ങളൊന്നും ഇല്ലാതാനും. പക്ഷേ ഇപ്പം ഈ 6-7 മാസത്തിനിടയ്ക്ക് റീവയറിങ് കഴിഞ്ഞ വീടുമാണ്. പക്ഷേ എങ്കിലും ഈ 2 മാസത്തെ ഇത് വന്നപ്പം കറണ്ട് ബില്ല് കൂടുതലാണ് എന്നൊരു പ്രോബ്ലം അങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മൾ വന്ന് നോക്കിയപ്പോൾ നമ്മളിവിടെ തന്നെ ചെക്ക് ചെയ്തപ്പം നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ, അവിടെ ബ്ലിങ്കിങ് പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇമ്പൾസ് ചെയ്യുന്നുണ്ട്. അതായത് ആ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അതിന് കാരണം എവിടെയോ ലൈനിലോട്ട് ഷോർട്ടായി കറണ്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട്, വൈദ്യുതി പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഇത് ഇരിക്കുന്നത് നമ്മുടെ ഒരു ഓൾഡ് ടൈപ്പ് 16 ആമ്പിയറിൻ്റെ മെയിൻ സ്വിച്ചാണ്. അതേപോലെ 2 ഫ്യൂസ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. മെയിൻ ഫ്യൂസ് 32 വെച്ചേക്കുന്നത്. ഇത് ഇവിടുന്ന് ഫേസ് ന്യൂട്രലായിട്ട് ഔട്ട് പോകുന്നത് 2 16 ആമ്പിയറിൻ്റെ ഫ്യൂസും അതേപോലെ മെയിൻ സ്വിച്ച് 16 ആമ്പിയറുമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഇത് ഇപ്പോൾ അകത്തെല്ലാം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ യാതൊരു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ലിവർ ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ ചെറിയൊരു സ്പാർക്കിങ് ഉണ്ട്. അപ്പം മെയിൻ സ്വിച്ചിൻ്റെ അകത്ത് തന്നെയാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ലിവർ താപ്പോട്ട് ആക്കിയിട്ടുണ്ട്. ആക്കി കഴിഞ്ഞപ്പോൾ ആ ബ്ലിങ്കിങ് അങ്ങ് നിന്നു. അപ്പം കംപ്ലയിൻറ്റ് ഈ മെയിൻ സ്വിച്ചിൻ്റെ അകത്ത് തന്നെയാണ് സംഭവം. അപ്പം ഈ മെയിൻ സ്വിച്ചിൻ്റെ അകത്തു നിന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്പാർക്കിങ്ങിൻ്റെ ചെറുതായിട്ടൊരു സൗണ്ട് ഇപ്പം കേട്ടു. അപ്പോൾ ഇവിടാണ് ഈ ഫ്യൂസ് വരുന്ന ഭാഗത്താണ് ചെറിയൊരു കരിഞ്ഞ് അവിടെ വീണേക്കുന്ന കാണാൻ കണ്ടില്ലേ, ഇവിടെ കരിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം അതെന്തുവാന്നുള്ളത് സംഭവം. ഇതിലെ ഫ്യൂസ് കുഴപ്പമൊന്നുമില്ല, ഒരു ഫീസ് കാരണം കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഫ്യൂസിൻ്റെ ഈ ലെഗ് ഇവിടെ പുകഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഈ ഫ്യൂസിൻ്റെ അടിഭാഗം നല്ല ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഈ ഫ്യൂസിൻ്റെ ഈ ഭാഗം കണ്ടോ, ഇവിടെ കരിഞ്ഞ് ഈ ലെഗ് ഷോർട്ടേജ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ ലെഗിൻ്റെ അവിടെ താഴെ സ്പാർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് അവിടെ കരിഞ്ഞിരിക്കുന്നുണ്ടോ. അപ്പോൾ ഈ ലെഗ് വരുന്ന ഭാഗത്ത് അവിടെ കരിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് ഷോർട്ടാവുന്നതിൻ്റെയാണ്. ഇത് കയറി ഷോർട്ടായിട്ടാണ് ഇങ്ങനെ കറണ്ട് പാസ് ചെയ്തുകൊണ്ട് പോയത്. പക്ഷേ ഇതിൻ്റെ ഔട്ട് ഭാഗം വരുന്നത് ഇതിനപ്പുറത്തോട്ട് പോകുന്ന DB ആണ്. അപ്പോൾ ഇതിന് അങ്ങോട്ടുള്ള ഭാഗമാണെങ്കിൽ DBയിൽ RCCB ട്രിപ്പ് ആവും. പക്ഷേ ഇങ്ങനെയുള്ള മെയിൻ സ്വിച്ചുകൾ വരുന്ന ഭാഗത്ത് RCCB ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല. കാരണം ഇതിൽ നിന്നാണ് RCCBയിലോട്ട് പോകുന്നത്. പക്ഷേ ഇതിനിപ്പുറം ഒരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനും പെട്ടെന്ന് അറിയാനും പറ്റത്തില്ല. അപ്പോൾ ഇതുവഴിയാണ് കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ചേഞ്ച് ചെയ്യണം. ഇത് ചേഞ്ച് ചെയ്തിട്ട് ഈ മെയിൻ സ്വിച്ച് മാറ്റിയിട്ട് നമുക്ക് ഒരു ഐസൊലേറ്റർ വെക്കണം, ഒരു DP സ്വിച്ച്, അതായത് ഐസൊലേറ്റർ. നമ്മൾ മെയിൻ സ്വിച്ചിൻ്റെ അതേ പ്രവർത്തനം തന്നെ ചെയ്യുന്ന ഒരു ഐസൊലേറ്റർ വെക്കണം. അപ്പം പഴയ മെയിൻ സ്വിച്ചുകൾ ഇരിക്കുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പ്രോബ്ലംസ് ഉണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കറണ്ട് ബില്ല് കൂടാൻ ഇത് തന്നെ ധാരാളം. ഇതുവഴി ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയത്തില്ല. അപ്പം ചാർജിങ് കറണ്ട് ബില്ല് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. കാരണം ഇപ്പോൾ ഓഫ് ചെയ്തിട്ടിപ്പോൾ അവിടെ ബ്ലിങ്കിങ് ഇല്ല, ഇത് ഓൺ ആക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പം കറണ്ട് ഈ ലിവർ വഴി നേരെ എർത്തിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, പഴയ മെയിൻ സ്വിച്ച് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മളിത് മാറ്റിയിട്ട് നമ്മളിപ്പം ഒരു ഐസൊലേറ്ററാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാവൽസിൻ്റെ ഒരു ഐസൊലേറ്റർ എടുത്തിട്ടുണ്ട്. 40 ആമ്പിയറിൻ്റെ 476 രൂപയാണ് വില, 400 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇത് നമ്മൾ മെയിൻ സ്വിച്ചിൻ്റെ അതേ പ്രവർത്തനം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹാവൽസിൻ്റെ ഒരു ഐസൊലേറ്റർ എടുത്തു. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ബോക്സും നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് ഇനി ഈ ഐസൊലേറ്റർ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ മെയിൻ സ്വിച്ച് ഇളക്കി മാറ്റിയിട്ട് നമുക്കിതിനി അതിൻ്റെ അകത്ത് വെക്കണം. അതിൻ്റെ അകത്ത് വെച്ചിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ. ബോക്സിൻ്റെ 2 സൈഡും ഇതേപോലെ പ്ലെയറും ഉണ്ട്. അതുകൊണ്ട് ഈ പീസ് അങ്ങ് എടുത്ത് കളയണം, എങ്കിൽ മാത്രമേ നമുക്ക് ഐസൊലേറ്റർ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്ലെയറും ഉണ്ട്. അതുകൊണ്ട് ഇതേപോലെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആ സൈഡ് അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് ഐസൊലേറ്റർ വെക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പഴയ മെയിൻ സ്വിച്ച് ഊരിക്കളഞ്ഞിട്ട് ഇനി വയറിൻ്റെ കണക്ഷൻ നമുക്ക് കൊടുത്താൽ മതി. അതിന് മുമ്പേ അതിൻ്റെ പ്ലേറ്റ് വെക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ കവർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളൊരു ഹോൾ ഇട്ടിട്ടുണ്ട് വയർ കയറി വരാനുള്ളത്. അതേപോലെ 2 സ്ക്രൂ കൊടുത്ത് നമ്മൾ ഈ ഹൈലത്തിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വയറും നമ്മൾ എടുത്തിട്ടു. ഏറ്റവും ടോപ്പിൽ വരുന്നത്
നമ്മൾ ഈ ഫ്യൂസിൽ നിന്ന് വരുന്നതാണ്. ഫ്യൂസിൽ നിന്ന് മീറ്ററിൽ നിന്ന് വരുന്ന ഫേസും ന്യൂട്രുമാണ്. ഈ താഴെ കാണുന്നത് നമുക്ക് മുകളിലിരിക്കുന്ന 2 ഫ്യൂസ് യൂണിറ്റിലോട്ട് പോകുന്നതാണ്. അതായത് RCCBയിലോട്ട് പോകാനുള്ളതാണ്. നമ്മൾ ഐസൊലേറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ ഏറ്റവും ടോപ്പിൽ വരുന്ന ഫസ്റ്റ് ഫേസ് ന്യൂട്രൽ, അതേപോലെ ഇത് ഔട്ട് പോകുന്ന ഫേസ് ന്യൂട്രൽ. അതായത് ഫ്യൂസിൽ നിന്ന് ഡയറക്റ്റ് നേരെ വരുന്നത് ഐസൊലേറ്ററിൻ്റെ മുകളിലത്തെ ടെർമിനലിൽ ലെഫ്റ്റ് സൈഡിൽ ഫേസും റൈറ്റ് സൈഡിൽ ന്യൂട്രുമാണ് വരുന്നത്. അതേപോലെ ഔട്ട് DBയിലോട്ട്, അതായത് ഈ കാണുന്ന 2 ഫ്യൂസിലോട്ട് പോകുന്ന ഫേസും ന്യൂട്രും ഈ താഴെ നിന്നാണ് വരുന്നത്. ഈ താഴെ നിന്ന് പോകുന്ന ഇവിടെ ഫേസ്, ഇത് ന്യൂട്രൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഡയഗ്രാം അവർ കൊടുത്തിട്ടുണ്ട്. അതാണ്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അതായത് ഫസ്റ്റ് ഫേസ് ന്യൂട്രൽ മീറ്ററിൽ നിന്ന് വരുന്നത്. ഇത് 2ഉം 4ഉം നമുക്ക് ഔട്ട് പോകുന്നത്, അതായത് DBയിലോട്ട് പോകുന്ന ഔട്ട് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഈ 2 ഫ്യൂസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് DBയിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കണക്ഷൻസ് ഫ്യൂസിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ്ട് ഇത് ഫേസ് വരുന്നുണ്ട്, കാണാൻ പറ്റുമോ എന്നറിയുന്നില്ല. ഇത് ഏറ്റവും ടോപ്പ് സൈഡ് ഫേസാണ്. ചെറുതായിട്ട് മിന്നുന്നുണ്ട്, കണ്ടോ? ഇത് ഫേസ്, ഇത് ന്യൂട്രൽ, പിന്നെ അതേപോലെ ഇത് ഔട്ട് പോകുന്ന ഫേസും ന്യൂട്രൽ, അതായത് മുകളിലത്തെ ടെർമിനലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഐസൊലേറ്റർ ഓണാക്കിയാൽ മാത്രം ഫേസ് മുകളിൽ നിന്ന് താഴെ കയറിയാണ് ഔട്ട് പോകുന്നത്. ഇനി നമുക്ക് ഈ ഫ്യൂസിൻ്റെ അകത്തെ ന്യൂട്രും കൂടെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. അതായത് ന്യൂട്രൽ ഇട്ടേക്കുന്നത് കമ്പി മാറ്റിയിട്ട് നമുക്ക് ഇച്ചിരി കൂടെ കേജ് കയറ്റണം. ഇട്ട് പോകുന്ന ഫേസ്, ഇത് ഫേസും ഇത് ന്യൂട്രുമാണ് വരുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫേസും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ന്യൂട്രുമാണ് വരുന്നത്. അപ്പോൾ ഇതിന് കെട്ടിയേക്കുന്നത് 3 കമ്പി വെച്ചാണ് ഈ ഫ്യൂസ് കെട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫേസ് പോകുന്ന ഈ ഫ്യൂസ് മാത്രം നമുക്ക് 3 കമ്പി മതി. ഈ ന്യൂട്രൽ പോകുന്നത് നമുക്കൊരു 5-6 കമ്പി വെച്ച് നമുക്ക് കെട്ടണം. കാരണം ന്യൂട്രൽ നമുക്ക് ഇച്ചിരി ലോഡ് കൂടി തന്നെ നിൽക്കണം, കുറഞ്ഞ് നിൽക്കരുത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ന്യൂട്രലിന് ഇടുന്ന വയർ ഇച്ചിരി കോപ്പറിൻ്റെ എണ്ണം കൂട്ടി വേണം ഇടാൻ. അപ്പോൾ നമുക്ക് ഇതിലെ ന്യൂട്രൽ നമുക്കൊന്ന് കമ്പിയുടെ എണ്ണം ഒന്ന് കൂട്ടാം. ഇപ്പോൾ നമ്മൾ ന്യൂട്രലിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ഫ്യൂസിൻ്റെ അകത്ത് നമ്മൾ കോപ്പർ വയറിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. ഒരു 5-6 വയർ നമ്മളിപ്പം ഇതിൻ്റെ കമ്പിയുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. ഒരു 5-6-7 കമ്പികൾ കൂട്ടിയിട്ടുണ്ട്. കാരണം ഇത് ന്യൂട്രലിന് കൊടുക്കുമ്പോൾ നമ്മൾ ഈ കോപ്പറുകളുടെ എണ്ണം കൂട്ടണം. നമ്മൾ സാധാ ഫേസിന് ഇട്ടേക്കുന്ന അതേപോലുള്ളത് കൊടുക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കെട്ടിയേക്കുന്നത്. അപ്പം നമ്മൾ ന്യൂട്രലിന് ഇട്ടേക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം കേജ് കൂട്ടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അതായത് അതിൻ്റെ കമ്പികളുടെ എണ്ണം നമ്മൾ കറക്റ്റ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇത്രയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പം ഫ്യൂസും കണക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ കവറും കൂടെ നമുക്കൊന്ന് ഇടണം. അങ്ങനെ നമ്മുടെ സെറ്റിങ് കഴിഞ്ഞ് നമ്മൾ അതേപോലെ കവറും കയറ്റി ഇട്ടിട്ടുണ്ട്. അതേപോലെ ഫ്യൂസും കൊടുത്തു. പിന്നെ അതേപോലെ ന്യൂട്രൽ നമ്മൾ കോപ്പറിൻ്റെ എണ്ണവും കൂട്ടിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ നോർമലി കിടന്നത് തന്നെ. ഇനി നമുക്ക് അപ്പോൾ അകത്തുള്ള DB നമ്മളിപ്പോൾ ഓണാക്കി ഇട്ടേക്കുവാണ്. അതേപോലെ എല്ലാ ലോഡുകളും അകത്ത് ഓണാക്കി ഇട്ടേക്കുവാണ്. ഇനി നമുക്കിത് ഐസൊലേറ്റർ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഇനി ബ്ലിങ്കിങ് എങ്ങനെ വരുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഐസൊലേറ്റർ ഓണാണ്. അപ്പോൾ ഇതുവഴി കയറി നേരെ DBയിൽ എത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം കാണിക്കുന്നില്ല. അതായത് ഇമ്പൾസിൻ്റെ അവിടെ ഇപ്പോൾ ഒരു ലോഡും എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അകത്ത് നമുക്ക് എല്ലാ ലോഡും ഇപ്പോൾ ഓണാണ്. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ഇമ്പൾസ് കത്തത്തുള്ളൂ. അപ്പോൾ അകത്തെ അതിനനുസരിച്ചുള്ള ലോഡ് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പം ഫ്രിഡ്ജ് മാത്രം ഓണാക്കിയിട്ടുണ്ട്. ഇപ്പം ബാക്കിയുള്ള ലോഡ് കിടപ്പുണ്ട്. പക്ഷേ എങ്കിലും ഫാനും ലൈറ്റുകളും മാത്രമേ ഉള്ളൂ. ഇപ്പം ഫ്രിഡ്ജ് മാത്രമാണ് ഇപ്പം റണ്ണിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം ആ ഇമ്പിൾസിൻ്റെ അവിടെ ഇത്ര സമയം ഡിഫറൻസ് കണ്ട കത്തിയതുണ്ടോ. അപ്പോൾ ഇതാണ് സംഭവം. നേരത്തെ എന്ന് പറഞ്ഞാൽ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം മെയിൻ സ്വിച്ചിൻ്റെ ആ ലെഗിൻ്റെ അകത്ത് കയറി അത് ഷോർട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ അതുവഴി നേരെ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ മീറ്റർ റീഡിങ്ങും കൂടിയത്. അതേപോലെ ഇമ്പിൾസ് ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളത് മാറ്റി ഐസൊലേറ്റർ ആക്കി. ഐസൊലേറ്ററിൻ്റെ കണക്ഷൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒന്നും കൂടെ പറയാം. ഏറ്റവും ടോപ്പിൽ നമ്മൾ ഈ ഫ്യൂസിൽ നിന്ന് വരുന്ന ഫേസും അതേപോലെ മീറ്ററിൽ നിന്ന് വരുന്ന ന്യൂട്രും ഏറ്റവും ടോപ്പിൽ, താഴത്തെ ടെർമിനലിൽ നിന്ന് നേരെ നമ്മൾ ഈ 2 ഫ്യൂസ് യൂണിറ്റിലും DBയിലോട്ടും പോകുന്നു, ഔട്ട് പോകുന്നു. ഇത് ഇന്നും ഇത് ഔട്ടുമാണ്. ഇതിൻ്റെ അകത്ത് തന്നെ അവരെ കണക്ഷൻ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. 1 2 3 4 എന്ന്. അത് നോക്കി ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ താഴെയും കൊടുക്കാം, മുകളിലും കൊടുക്കാം, എങ്ങനെയുള്ള കൊടുക്കാം. നമ്മൾ കണക്ഷൻ ഡയഗ്രാം നോക്കി മാത്രം കൊടുത്തു എന്നുള്ളത്. അപ്പം പഴയ മെയിൻ സ്വിച്ച് ഉള്ളവർ ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം ഇതുവഴിയാണ്, ഈ ലെഗ് വഴിയാണ് പകുതി കറണ്ടും മിസ്സായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻ സ്വിച്ചൊക്കെ ഉള്ളവർ ഇത് മാറ്റിയിട്ട് ഐസൊലേറ്റർ ടൈപ്പോ അല്ലെങ്കിൽ 2 പോളിൻ്റെ MCBയോ വെക്കാൻ ശ്രമിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈദ്യുതി ഇതേപോലെ നഷ്ടമായിക്കൊണ്ടിരിക്കും. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലമാണ്. നമ്മളത് മാറ്റി കൊടുത്തു. ഇപ്പം ക്ലിയർ ആയിട്ടുണ്ട്. കാരണം അല്ല കറണ്ട് ബില്ല് നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വന്നായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടല്ലേ, ഈ ലെഗ് തന്നെ കത്തി ഉരുകിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രോബ്ലം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇനി എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി
വീണ്ടും കാണാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.